മഹാഗുരുശരണം. ഇന്ന് 2025 ഏപ്രിൽ 26. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അത് ഇന്നും ഇപ്പോൾ രാത്രി 8 മണിയാകുന്നു. ഇപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നൊരു യാത്രയുണ്ടായിരുന്നു. ദയവ് ചെയ്ത് താമസിച്ചതിന് ക്ഷമാപണം. ഇപ്പോൾ പാലക്കാട് വരെ ഒരു യാത്രയുണ്ടായിരുന്നു. പാലക്കാട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെ കണ്ടു തൊഴുതു. അവിടെ 2-3 പേരെ കാണാൻ സാധിച്ചു. അതിൽ 2 വീടുകളിൽ എനർജി നോക്കിയത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇന്ന് രാവിലെ സ്റ്റാറ്റസ് പാലക്കാട് പറഞ്ഞത് കൊണ്ട് അവിടെ വന്ന ഒരു സഹോദരി അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് കാത്തു നിന്ന് കാണാൻ സാധിച്ചു. അതിലും സന്തോഷം. അപ്പോൾ ഇത് പ്രപഞ്ചം കംപ്ലീറ്റ് എനർജി മയമാണ്. നമ്മളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ തേങ്ങ വെച്ച് നോക്കുന്നതിന് പലരും ചോദിക്കുന്നുണ്ട്, നോക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നോക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി നമ്മുടെ ഓറയിൽ സ്വാധീനിച്ച് അത് നമ്മുടെ കൈകളിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. എൻ്റെ ഗുരു പറഞ്ഞു തന്ന വിദ്യയാണ്. അപ്പോൾ ഞാൻ എന്ത് എനർജി നോക്കിയാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാറില്ല. പക്ഷേ ഇന്ന് സാധാരണ എൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന ശ്രീമതി അനുപ്രിയ കമൻറ്റ് ചെയ്യാറുണ്ട് മിക്ക വീഡിയോയ്ക്കും താഴെ. അനുപ്രിയയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അനുപ്രിയ വീട്ടിലെ പൂജാമുറി എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക് കൊളുത്തുന്നിടത്തെ വീഡിയോ ഇതുപോലെ തേങ്ങ വെച്ച് എടുത്തു കഴിഞ്ഞിട്ട് കൈവേദന എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എനർജി നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെതായ ആ ഒരു പ്രവർത്തനം നമ്മുടെ ശാരീരിക തലത്തിൽ ഉണ്ടാവും കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ പോസിറ്റീവ് എനർജി മാത്രമാണോ കാണുന്നത് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരിടത്ത് പോയപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നം. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ അടുക്കള, അപ്പോൾ ഈ എനർജി നോക്കുമ്പോൾ അവിടെ കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറി അവിടെയൊക്കെ നല്ല പോസിറ്റീവ് എനർജി. പക്ഷേ അടുക്കളയുടെ അവിടെ പോകുമ്പോൾ എനർജിയിൽ വല്ലാത്തൊരു വ്യത്യാസം തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇത് വാങ്ങിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ 1990 ആ വീട്ടിൽ വെച്ചൊരു മരണം നടന്നതായിട്ട് പറഞ്ഞു. അന്ന് 10-30 വയസ്സുള്ള ഒരു വ്യക്തിക്ക്, ഒരു പെൺകുട്ടിക്ക്. അപ്പോൾ അവർക്ക് മരണം നടന്നത് എങ്ങനെയാണോ അതിനുശേഷം ആ വീട് ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെ താമസിച്ചിട്ടുണ്ടോ അതേ അസുഖം അവർക്ക് വരികയാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആള് ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഒരു 4-5 ദിവസം ആ വീട്ടിൽ നിന്ന് മാറി നിന്ന് അനുഭവം നോക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 4-5 ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും പലവിധ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അവർ മാറി നിന്നിട്ട് സ്കാനിങ് നോക്കിയപ്പോൾ നോർമലാണ്, പറയത്തക്ക പേടിക്കത്തക്ക ഇതൊന്നുമില്ല. പക്ഷേ ഒരു ശാരീരിക അവശതയുണ്ട്. അത് ഇത് ചെയ്തിട്ടുണ്ട്, ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഉള്ള അവശത പുറത്തു വരുമ്പോഴില്ല. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഈ 90-ൽ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ എനർജി അവിടെ സെൻസ് ചെയ്യാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ട് അത് സെൻസ് ചെയ്തു, അതിനെ പ്രതിവിധി ചെയ്യുമ്പോൾ അപ്പോഴും ഈ എനർജി ആ പ്രതിവിധി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് കുറച്ച് അവിടെ ആ എനർജി സോളിനെ പ്യൂരിഫൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന എൻ്റെ ഗുരു പറഞ്ഞു തന്ന വിധികൾ എന്താണോ സങ്കല്പം കൊടുക്കേണ്ടത്. സാധാരണ പൂജകളിലൊക്കെയാണ് സങ്കല്പം കൊടുക്കുന്നത്. പക്ഷേ അത് അവിടെ ഇരുന്ന് അവിടുത്തെ പൂജാമുറിയിലിരുന്ന് മെഡിറ്റേഷനിലിരുന്ന് ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടണം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലരോട് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ കൊച്ചു കുട്ടികൾ പുതുതലമുറ നമ്മളിങ്ങനെ പറയുമ്പോൾ പലയിടത്തും ജാതകം കൊണ്ടുപോയി നോക്കിക്കാണും. അപ്പോൾ പറയുമ്പോൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതിന് പ്രതിവിധി ചെയ്തിട്ടുണ്ട്, അത് ഇതാണെന്നൊക്കെ പറയും. അത് പ്രതിവിധികളെന്ന് പറഞ്ഞാൽ വഴിപാടുകളാണ്. അത് വഴിപാടായിട്ട് അങ്ങനെ നടക്കുകയാണ്. അതല്ലാണ്ട് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ചിലരെ വളരെയധികം ടെൻഷനോടെ വരുന്നവർ, അത് ഇന്ന് അനുഭവം ഉണ്ടായി. ഇന്ന് ഞാൻ പോയ ആ വീട്ടിൽ കാണാനായിട്ട്
ഒരു ഫാമിലി വന്നിരുന്നു. അതിലെ ഒരു കുട്ടിയെ വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് 10-30 വയസ്സുള്ള കുട്ടി ജീവിതത്തിൽ. മനുഷ്യർ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഇത് പോകുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവരെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ബ്ലസ് ചെയ്യുകയും തേങ്ങ ഒഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു. അത് ചെയ്തതിന് ശേഷം അവരുടെ മുഖത്ത് വന്ന മാറ്റം ആ ചെന്ന വീട്ടിലെ അവർ പോലും അത് നോട്ടീസ് ചെയ്തു. മുഖത്ത് വന്ന മാറ്റവും ഇതും ആ കുട്ടി പോലും പറഞ്ഞു. ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു വെയിറ്റ് ലോസ് ആയതായിട്ട് അനുഭവപ്പെട്ടു. അത് ഫെദറിൻ്റെ ഫീലിംഗ് ആണെന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കാർമികം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെയും ശരീരത്തിനെയും, അത് ഫിസിക്കൽ ബോഡിയിലല്ല, ആസ്ട്രൽ ബോഡിയിലാണ് ബാധിക്കുന്നത്, കാരണ ശരീരത്തിൽ. അത് കുറേയൊക്കെ നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ അത് നല്ല മാറ്റങ്ങൾ വരും. അത് തേങ്ങ ഒഴിഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് ഒരു കാര്യം. അപ്പോൾ സാധാരണഗതിയിൽ ആ മാറ്റം വന്നു കഴിഞ്ഞാൽ അവരുടെ പിന്നെ ആ മാറ്റം വരുമ്പോൾ അതിൻ്റെ ഫലം എന്ത് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പലതായിട്ട് ദൈവികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കാണും. പക്ഷേ കാർമിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് പരിധികളുണ്ട്. അത് ആരെങ്കിലും ഒഴിഞ്ഞു മാറ്റണം, ബ്ലസ് ചെയ്ത് മാറ്റണം. അതിൻ്റെ കുറച്ച് എഫക്റ്റ് നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ആ എഫക്റ്റ് വാങ്ങിച്ചാൽ മാത്രമേ അത് മാറുകയുള്ളൂ. അപ്പോൾ അത് ബ്ലസ് ചെയ്ത് എടുക്കുമ്പോൾ, ആളുടെ തലയിൽ കൈ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നെന്നും ഇത് ചെയ്യുന്നെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു സാമ്പത്തികത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ, ബ്ലസ് ചെയ്യുമ്പോൾ അത് മാന്യമായിട്ടുള്ളൊരു ദക്ഷിണ തരിക എന്നുള്ളത് ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തം. 100 രൂപയോ 30 രൂപയൊക്കെ തന്നു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയെ തന്നെ കളിയാക്കുന്ന രീതിയാണ്. അതും പുതിയതായിട്ട് വരുന്ന, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ. അപ്പം ഞാൻ വിചാരിക്കണം, ഇത്രയും ഗൗരവമായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർ ഗൗരവമായിട്ട് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നുള്ള സൂചനകൾ എനിക്ക് കിട്ടും. കാര്യം അവർ ഗൗരവമായിട്ട് കാണുന്നില്ല ഇതിന്. പൂജകൾക്ക് 10,000-കണക്കിന് രൂപ ചിലവാക്കി അതിന് ഫലം കിട്ടാണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, വെറുതെ ഒരു തലയിലൊരു കൈ വയ്ക്കണതല്ല, അതിനൊരു 100 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 30 രൂപ കൊടുത്താൽ മതി എന്നുള്ള മനോഭാവമുള്ള ആൾക്കാർ ആ കാർമ്മികവും കൊണ്ട് നടക്കും. ഇപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ ചെയ്യുന്നവരുടെ അടുത്ത് അതൊക്കെ ഉള്ളൂ. പക്ഷെ അല്ലാണ്ടുള്ളവർ അത് വാങ്ങിക്കുമ്പോൾ അതിനെ എന്തുമാത്രം ഗൗരവത്തോടെ സമീപിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. മനസ്സിലായോ? അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണ്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബ്ലെസ്സിങ് ഒക്കെ വളരെ കുറയ്ക്കുക. കാര്യം ഇത് ബ്ലെസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇതെന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് അത് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. അതിനെ ഒരു സാമ്പത്തിക ഇത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? പക്ഷേ അതിന് അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ഞാൻ എൻ്റെതായ കാര്യത്തിന് അത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇന്ന് ചെയ്തതിൽ ന്യായമായിട്ടുള്ള ദക്ഷിണ തന്നു കേട്ടോ, അത് വേറെ കാര്യം. അത് തന്ന് അതിൽ സന്തോഷമുണ്ട്. പോയി വരാനുള്ളതും അതും ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് പെൻഷൻ എടുത്തിട്ട് എല്ലായിടത്തും പോയി വരാൻ പറ്റുകയല്ല. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് പോയി വരാൻ പറ്റുകയില്ല. നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി ചിലപ്പോൾ ഡൗൺ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമുള്ളവരുടെ കൂട്ടത്തിൽ ആളുടെ വണ്ടിയിലായിരിക്കും നമ്മൾ പോണത്, പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ആളും ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ആളിൽ വന്ന മാറ്റങ്ങൾ അറിയുന്ന ആളെയാണ് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ കാര്യങ്ങളുണ്ട് ചിലത്. ചിലരുടെ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേ കാശ് ചിലവാക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കാനായിട്ട് സൗഭാഗ്യം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, യൂണിവേഴ്സ് തന്നെ സമ്മതിക്കില്ല. ഓക്കെ, ഇതും പറയുന്നു. വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാനായിട്ട് കുടുംബദേവതകളുടെ അടുത്ത് പോകണം, മൂല കുടുംബദേവതകളുടെ അടുത്ത് പോകണം എന്ന് പറയാം. പക്ഷേ ചില അനുഭവങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന്, ശരീരം തീരെ ആവശ്യത ആയിക്കഴിഞ്ഞാലും ആ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ മുക്തമാകണമെങ്കിൽ കുടുംബദേവതകൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണമെന്നുള്ള അനുഭവങ്ങളും എനിക്കുണ്ട്. കാര്യം എന്താ വെച്ചാൽ, പലരും പെട്ടെന്ന് കൊളാപ്സായി ഡോക്ടർമാരെ കണ്ട് അവർ പലതും പറയും. അവർക്ക് മെഡിക്കൽ ഇത് വെച്ചിട്ടുള്ള ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. 20%, 25% ചാൻസ് ഉള്ളൂ. നിങ്ങൾ ഈശ്വരനോട് ഇത് ചെയ്യാൻ പറയും. അങ്ങനെ വന്ന ഒരു അനുഭവത്തിൽ ജീവിത പങ്കാളിയുടെ അടുത്ത് കടലെടുത്ത് വെക്കാൻ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കുടുംബദേവതാ ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചിട്ട് അവർക്കറിയില്ല, ആ ജീവിത പങ്കാളിക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് അറിയില്ല. ഇതുവരെ അവരുടെ ജീവിതത്തിൽ
അതിനൊരു ആവശ്യം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അന്വേഷിക്കാൻ പറഞ്ഞു. ഇത് ഉള്ളതായിട്ട് കാണുന്നു. എനിക്ക് അവരെ അറിയാമെന്നുള്ളതല്ലാണ്ട് ഇത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്വേഷിച്ച് അവരുടെ ചില റിലേറ്റീവ്സിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു റിലേറ്റീവ് പറഞ്ഞു, അല്പം പ്രായമുള്ള ആൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് അവർ പോയി കണ്ട് അതിനെ പ്രതിവിധി ചെയ്തു. അത് പ്രതിവിധി ചെയ്ത് ചീട്ടാക്കുന്നത് ചിലപ്പോൾ ഒരു വിളക്ക് കത്തിക്കാനായിരിക്കും, ഒരു നെയ്വിളക്ക് കത്തിക്കാനോ എന്തെങ്കിലും ആയിരിക്കും. ആ കത്തിക്കുന്ന സമയത്ത് തന്നെ റിസൾട്ട് കിട്ടും. ഈ ശരീരത്തിൽ നിന്ന് ജീവനെ മുക്തനാക്കും ആ ശക്തി. അങ്ങനെ അനുഭവങ്ങളുണ്ട്. മനസ്സിലായി? അപ്പോൾ കുറേ അധികം അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ, അത് എന്ത് കാര്യവും പ്രത്യക്ഷത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ അത് ഞാൻ പറയുന്നു. എന്ത് കാര്യമാണെങ്കിലും മറയില്ലാണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലർ മെസ്സേജ് പറയും, സാറെല്ലാം തുറന്നു പറയുന്നില്ല എന്ന് പറയും. തുറന്നു പറയാൻ അനുവാദമുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പോൾ ചിലർ ചോദിക്കും കൺസൾട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. കൺസൾട്ടേഷൻ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും. ഈ സ്റ്റാറ്റസ് ഇടുന്നതെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ആരെങ്കിലും ഇടുകയാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നെ പേഴ്സണലി അറിയുന്നൊരു വ്യക്തി, ഈ ഇടയ്ക്കാണ്, ഒരാഴ്ചയായിട്ടുള്ള പരിചയമാണ്. ആ വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു, കൺസൾട്ടേഷൻ ഉണ്ടോ, ഈ റിസൾട്ട് എല്ലാം കൺസൾട്ടേഷന് ശേഷം കിട്ടിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൺസൾട്ടേഷന് ശേഷമല്ല. കാര്യം മിക്കവരും വിളിക്കുമ്പോൾ ഞാൻ അവരുടെ നക്ഷത്രം ചോദിക്കും. ചിലർ ഗ്രഹനില അയച്ചു തരും. ഞാൻ ഗ്രഹനിലയുടെ മറുപടിയൊന്നും പറയാല. പക്ഷേ ആ ഗ്രഹനില അയച്ച് അവരുടെ കാര്യം ഇവരെല്ലാം പല വഴിപാടുകളും അതും ഇതുമെല്ലാം ചെയ്തതായിരിക്കും. ചിലർ ദക്ഷിണ തരും, ചിലർ ദക്ഷിണ തരാൻ അസൗകര്യമുള്ളവരുണ്ട്. പക്ഷെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. മനസ്സിലായി? അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാറാവുന്നതാണെങ്കിൽ അത് മാറിയിട്ടുണ്ട്. അവർക്ക് ആ റിസൾട്ട് അവർ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. അങ്ങനെ കുറേ പേര് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൺസൾട്ടേഷൻ ഒന്നുമില്ല, നമ്മളിത് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തി യൂണിവേഴ്സ് അവർക്ക് ഫലം കൊടുത്ത് അതിൽ നമ്മളൊരു ഘടകം ഒന്നുമല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. എനിക്കൊരു അവകാശവാദങ്ങളും ഇല്ല. അവരുടെ സൗഭാഗ്യം, എനിക്കൊരു നിയോഗം, അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് യാത്രയും അവിടുത്തെ എനർജി നോക്കലും ഒക്കെ ആയിട്ട് അല്പം ടയേർഡാണ്. ഇനിയും കുറച്ച് പേരെ കോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭീഷ്ടവും നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് ഓരോ കുലത്തിൻ്റെയും സംസ്കാരം അനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളാകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്ന ഹോസ്റ്റലിലാകട്ടെ, പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളിലാകട്ടെ, അവിടെയൊക്കെ അവർക്ക് സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ലത് മാത്രം ചെയ്യുവാനും, പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിന് 100 പേനി 100 ടൈംസ് റിട്ടേൺ ആയിട്ടുള്ള സമൃദ്ധി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാനും, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാനും, സൽസന്താന സൗഭാഗ്യം ഉണ്ടാകാനും, എല്ലാവിധ സമൃദ്ധി ഉണ്ടാകാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാർത്ഥികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.